ഹലോ മക്കളെ, എടാ അപ്പം നമ്മൾ ഏകദേശം ലാസ്റ്റിലേക്ക് എത്താണ്. സാൾട്ട് അനാലിസിസിൻ്റെ ഓരോ വീഡിയോ ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തിയിട്ട് ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിക്കുകയാണ്. എടാ അപ്പോൾ ചില ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ പഠിച്ചൊക്കെ എല്ലാം അതിൻ്റെ ഗ്രൂപ്പ് ഐഡൻറ്റിഫിക്കേഷനും അതിൻ്റെ കൺഫർമേറ്ററിയൊക്കെ പഠിച്ച് വെക്കുക. പക്ഷേ ലാബിൽ നമ്മൾ ആ കൺഫർമേറ്ററിലേക്ക് എത്തുമ്പോൾ ചിലതൊന്നും നമ്മൾ ചെയ്ത് നോക്കില്ല. അപ്പോൾ അതേപോലെ ഒരു ടീമാണ് നമ്മുടെ സിങ്കും മഗ്നീഷ്യവും. നമ്മൾ മഗ്നീഷ്യത്തിന് ഓൾറെഡി മുമ്പ് ഒരു വീഡിയോയിൽ മഗ്നീഷ്യവും മാഗ്നസോണും റിയാക്ട് ചെയ്തിട്ടൊരു ലൈക്ക് ബ്ലൂ കളർ കിട്ടുന്ന ഒരു സാധനമൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് അതിനേക്കാൾ ഉപരി നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമുണ്ട്. ഈ മഗ്നീഷ്യം ആണെങ്കിലും സിങ്ക് ആണെങ്കിലും അതാണ് നമ്മുടെ ആഷ് ടെസ്റ്റ്. ഇനി എന്താണ് ആഷ് ടെസ്റ്റ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനർ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞതുപോലെ സോൾട്ട് എടുക്കുക. സോൾട്ടിലേക്ക് ഒരു കുറച്ച് 1 ml കോൺസെൻട്രേറ്റഡ് HNO3യും അതേപോലെ കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്തിട്ട് നല്ലപോലെ ബോയിൽ ചെയ്യുക. എന്നിട്ടൊരു ഫിൽറ്റർ പേപ്പർ എടുക്കുക. ഫിൽറ്റർ പേപ്പർ അതിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ആഷ് എടുത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളറാണെങ്കിൽ നമുക്ക് സിങ്ക് ആണെന്നും ഇനി അതൊരു പിങ്ക് കളറാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം ആണെന്ന് കൺഫേം ചെയ്യാം. ഇതേപോലെ നേരത്തെ ഒരു സോൾട്ടിനും നമുക്കൊരു അലൂമിനിയത്തിൻ്റെ സോൾട്ടിനും നമ്മൾ ആഷ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പഠിച്ചു വെക്കാം. നമ്മൾ എന്താ ആഷ് ടെസ്റ്റ് എല്ലാം സിമിലർ. നമ്മൾ സോൾട്ട് എടുക്കുക, അതിലേക്ക് കോൺസെൻട്രേറ്റഡ് HNO3യും അതേപോലെ കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും ആഡ് ചെയ്തിട്ട് ബോയിൽ ചെയ്യുക. എന്നിട്ട് ഫിൽറ്റർ പേപ്പർ എടുക്കുക, ഡിപ്പ് ചെയ്തിട്ട് ആഷ് നോക്കുക. ആഷ് നോക്കുന്ന സമയത്ത് ഡിപ്പ് ചെയ്തു, കത്തിച്ചു, ആഷ് നോക്കി. ആഷൊക്കെ ബ്ലൂ ആണെങ്കിൽ അലൂമിനിയം പറയാം, ബ്ലൂ സിങ്ക് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഗ്രീൻ കിട്ടും. അതേപോലെ മഗ്നീഷ്യം ആണെങ്കിൽ പിങ്ക്. നമ്മൾ ആ 2 സാധനമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബ് ഒന്ന് വാഷ് ചെയ്തു. ടെസ്റ്റ് ട്യൂബിലേക്ക് മക്കളെ ഞാൻ കുറച്ച് സോൾട്ടിൻ്റെ സൊല്യൂഷൻ എടുത്തു. ഈ സാൾട്ടിൻ്റെ സൊല്യൂഷനിലേക്ക് മക്കളെ ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് കോൺസെൻട്രേറ്റഡ് HNO3 ആണ്. കുറച്ച് ml 1 ml ധാരാളം ഉള്ളൂ. ജസ്റ്റ് 1 ml കോൺസെൻട്രേറ്റഡ് HNO3 ഒഴിക്കുക. ജസ്റ്റ് 1 ml ആട്ടോ, കുറച്ച് ആവശ്യമുള്ളൂ. ഓക്കെ, ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ആരെ ഒഴിക്കുക? കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനെ ഒഴിക്കുക. യെസ്, കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനെയും ഒഴിക്കുക. ഇനി ഇവരെ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ ബോയിൽ ചെയ്യുക. അതിന് ഞാൻ ബർണർ ഓണാക്കി കത്തിച്ചു. നല്ലപോലെ എന്ത് ചെയ്യുക? ചൂടാക്കുക. ഓക്കെ, നല്ലപോലെ ചൂടാക്കി. എന്നിട്ട് ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ ഫിൽറ്റർ പേപ്പർ ജസ്റ്റ് ഒന്ന് ടിയർ ചെയ്തിട്ട് ഫിൽറ്റർ പേപ്പർ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിലേക്ക് മുക്കുക. ഓക്കെ, സൊല്യൂഷൻ ഇതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആഷ് എടുക്കുക. കണ്ടോ, ഇതിൻ്റെ ആഷ് എടുക്കുന്ന സമയത്ത് മക്കളെ നമുക്ക് എന്ത് കിട്ടുക? ഒരു ഗ്രീൻ ആഷാണ് കിട്ടുന്നതെങ്കിൽ, നിങ്ങൾ ആഷ് എടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, നിങ്ങൾ ഒത്തിരി ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ആഷ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ഗ്രീൻ ആഷാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ, മക്കളെ നമുക്ക് കിട്ടുന്നതെങ്കിൽ കണ്ടോ, ജസ്റ്റ് ഗ്രീൻ കാണാൻ പറ്റുമെന്ന് അറിയുന്നില്ല, ഗ്രീൻ ആഷ് കിട്ടും. അങ്ങനെ ഗ്രീൻ ആഷാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ കയ്യിലുള്ളത് സിങ്ക് ആണെന്നും ഇനി അവിടെ ഒരു പിങ്ക് ആഷാണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് മഗ്നീഷ്യമാണ്. ഇതേപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കയ്യിൽ ഒരു ബ്ലൂ ആഷാണ് കിട്ടുന്നതെങ്കിൽ അവിടെ അലൂമിനിയം ആയിരിക്കും. ഓക്കെ മക്കളെ, ഇതോടെ നമ്മുടെ സോൾട്ട് അനാലിസിസ് തീരുവാണ്. ഓരോ സാൾട്ടും അതിൻ്റെ കൺഫർമേറ്ററി ആയിട്ട് പല വീഡിയോസ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തുക. എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ലാബിലേക്ക് ടെൻഷൻ അടിച്ചിരിക്കുക, ടെൻഷൻ ഒന്നും വേണ്ട. ഇതേപോലെ സിമ്പിളായിട്ട് ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് ലാബിൽ 40ൽ 40 മാർക്കും എത്താം. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, ബൈ.